ഹലോ ഗൈസ്, മല്ലുട്ടേക്കാണ്. ഓക്കെ, ഈ ഒരു ന്യൂസ് ഇന്നലെ വന്നതാണ്. പത്മകുമാർ അറസ്റ്റിൽ സ്വർണ്ണ കൊള്ളയാണ്. കാരണം അതായത് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലോട്ട് മാറ്റുന്നതുകൊണ്ടാണ് ന്യൂസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ കാര്യത്തിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നടന്നുകൊണ്ടിരിക്കണം ആരെ ടേമിലാണ്. അതായത് ഇത് ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ CPM എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഭരിച്ചുകൊണ്ട് CPM അറിയാലോ. പണ്ട് ഇതേപോലെ 2 വെടികളെ ശബരിമല കയറ്റാൻ വേണ്ടി കുറെ വ്യഭിചാര പരിപാടി കാണിച്ച ആൾക്കാരാണ്. അതായത് ഒരു ആരാധനാലയത്തിനോ അല്ലെങ്കിൽ അതിന്റെ ഇതുവരെ നടന്നു പോകാത്ത ചില കാര്യങ്ങൾ നടത്തണം. ഒരു വാശിന്റെ പുറത്ത് ആരാധനാലയം കളങ്കപ്പെടുത്തണം എന്നുള്ളതിന്റെ പുറത്ത് എന്ത് ചെയ്ത ആൾക്കാരാണ്. 2 വെടികളെ ശബരിമലയെ കൊണ്ടുപോയി കയറ്റിയ ഗവൺമെന്റാണ് CPM-ൻ്റെത്. അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ്. അടുത്തൊരു ഇലക്ഷൻ വരുന്നുണ്ട്. ഈ സ്വർണ്ണക്കൊള്ളേന്റെ കാര്യം ഗവൺമെന്റ് ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളും നമ്മളൊന്ന് ആലോചിക്കാം. എന്തൊക്കെയാണ് ഒരു ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് ഒരു ജനങ്ങളെ ദ്രോഹിച്ചുള്ള എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ശ്രദ്ധിക്കാം, ഒന്ന് നോക്കാം. കഴിഞ്ഞൊരു 8-9 കൊല്ലം അവരെങ്ങനെ ഭരിച്ചു എന്നുള്ളത് നോക്കിയാൽ തന്നെ ഈ ഗവൺമെന്റിന്റെ അറിയാൻ പറ്റും. നമുക്ക് ഓലെ ഭരണത്തിന് നമുക്ക് വിലയിരുത്താൻ പറ്റും. ഓക്കെ, ടു ബി ഹോണസ്റ്റ് അറിയാലോ, 100ൽ -100 കൊടുക്കാവുന്നൊരു ഭരണമാണ് കഴിഞ്ഞ 8 കൊല്ലമായിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് വരുന്ന പഞ്ചായത്ത് ഇലക്ഷനാണ് ഇപ്പോൾ വരുന്നത്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യാ, നോക്കിയിട്ട് വോട്ട് ചെയ്യാം. ഒരിക്കലും ഒരു CPM പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും വോട്ട് ചെയ്ത് കൊടുക്കാണ്ടിരിക്കുക. അറിയാലോ, ഒരു CPM പാർട്ടിയിൽ നിന്നുകൊണ്ട് BJP-ന്റെ കേന്ദ്ര നയങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പൊ അടുത്തൊരു PM ശ്രീ എന്ന് പറഞ്ഞൊരു പദ്ധതിയിൽ ഒപ്പുവെച്ച് അവസാനം CPI അതിന്റെ ഏറ്റവും എതിർപ്പ് കാരണം ഓരോ മരവിപ്പിക്കേണ്ടത്. അതായത് ഒരു BJP ഗവൺമെന്റിനെ കാല് നാക്കി കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പൊ CPM ഉള്ളത്. കാരണം അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ CM-ഉം CM-ന്റെ ഫാമിലിയും ജയിലിൽ പോകേണ്ട സിറ്റുവേഷനിലാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നോക്കിയും കണ്ടും വോട്ട് രേഖപ്പെടുത്താം. ഒരിക്കലും CPM-ന് വോട്ട് കൊടുക്കാണ്ടിരിക്കുക, കോൺഗ്രസിന് മാത്രം വോട്ട് കൊടുക്കാം. കാരണം ഇനി കോൺഗ്രസ് വന്നിട്ടേ കാര്യമുള്ളൂ. BJP വന്നാൽ അറിയാലോ എന്തൊക്കെയാണ് അതർ സ്റ്റേറ്റിൽ BJP നടക്കുന്നെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് BJPക്ക് ഒരിക്കലും വോട്ട് കൊടുക്കരുത്, കോൺഗ്രസിന് മാത്രമായിട്ട് വോട്ട് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക.